പാലായിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ കുരിശിൻ്റെ വഴി ഭക്തി നിർഭരമായി. ലാലം സെന്റ് മേരീസ് പള്ളിയുടെ നേതൃത്വത്തിലുള്ള 66ാമത് കുരിശിൻ്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പ്രാർത്ഥനകളോടെ പങ്കുചേർന്നു. ഈശോയുടെ കബറടക്ക രൂപം വഹിച്ചുകൊണ്ട് നഗരി കാണിക്കൽ പ്രദർശനവും നടന്നു. ലാലം സെന്റ് മേരീസ് പള്ളിയുടെ നേതൃത്വത്തിലുള്ള 66ാമത് കുരിശിൻ്റെ വഴിയും ഈശോയുടെ കബറടക്ക രൂപം വഹിച്ചുള്ള നഗരം കാണിക്കൽ പ്രദർശനവുമാണ് നടന്നത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ലാലം പള്ളിയിൽ അർണോസ് പാതിരി രചിച്ച പുത്തൻപാനയുടെ 12ാം പാദം വൈദികരുടെ നേതൃത്വത്തിൽ വായിച്ചു. തുടർന്ന് പ്രാരംഭ പ്രാർത്ഥനയോടെ കുരിശിൻ്റെ വഴി ആരംഭിച്ചു. ചേർപ്പങ്കൽ BVM ഹോളി ക്രോസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ സെബാസ്റ്റ്യൻ തോണിക്കുഴി സന്ദേശം നൽകി. ഈ കലങ്ങളിലൊക്കെ ഒരു തടിക്കഷണം ആ വെള്ളത്തിന്റെ മുകളിലിട്ടാൽ മതി, ഇല പറിച്ചിട്ടാൽ മതി, അത് വെള്ളം തൂകിപ്പോകാതിരിക്കാനാ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ സഹനമൊന്നും തൂകിപ്പോകരുത്. ഈശോയുടെ കുരിശിന്റെ അംശം നിങ്ങളുടെ സഹനങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അത് വിശുദ്ധീകരണമായി മാറുമെന്ന് ക്ഷമയോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. അതാണ് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 26-മുള്ള തിരുവചനങ്ങളിൽ ക്ഷമയോ ഈശോയുടെ കുരിശെടുത്തുകൊണ്ട് നടന്നപ്പോൾ അവന്റെ വീട്ടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. യേശുവിന്റെ കുരിശ് ഇന്നും കുടുംബ വിശുദ്ധീകരണ കാരണമായി മാറുന്നു. അവന്റെ കുരിശ് നമ്മുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുത്തമ്പള്ളിക്കുന്ന്, കൊട്ടാരമറ്റം, ബിഷപ്പ് ഹൗസ്, കുരിശുപള്ളി, മഹാറാണി ജംഗ്ഷൻ, കിഴതടിയൂർ ജംഗ്ഷൻ വഴി സമാന്തര റോഡിലൂടെ എത്തിയാണ് കുരിശിൻ്റെ വഴി സമാപിച്ചത്. മുണ്ടനോലിക്കൽ ഔതച്ചൻ, പുളിക്കൽ ഔതച്ചൻ, സഹോദരൻ കുഞ്ഞാഗസ്തി, ആവിമൂട്ടിൽ അപ്പി എന്നിവരുടെ നേതൃത്വത്തിൽ പഴയ പള്ളിയുടെ പരിസരത്ത് നടത്തിയിരുന്ന പങ്കപ്പാട് ദൃശ്യാവിഷ്കരണമായിരുന്നു കുരിശിൻ്റെ വഴിയുടെ ആദ്യ രൂപം. തടിയും ചിരട്ടയും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടതും ചരടുകളാൽ നിയന്ത്രിക്കപ്പെട്ടതുമായ രൂപങ്ങൾ ഉപയോഗിച്ച് കുരിശിൻ്റെ വഴിയുടെ ഓരോ രംഗവും പുനരാവിഷ്കരിച്ചിരുന്നു. അപൂർവമായ കലാരൂപമായിരുന്നു പങ്കപ്പാട് ദൃശ്യാവിഷ്കാരം. ജനബാഹുല്യം നിയന്ത്രണാതീതമായപ്പോൾ 1985-ൽ ലാലം പള്ളി വികാരിയായിരുന്ന ഫാദർ എബ്രഹാം കൈപ്പംപ്ലാക്കലാണ് ദൃശ്യാവിഷ്കരണം നിർത്തി നഗരം കാണിക്കൽ കുരിശിൻ്റെ വഴി ആരംഭിച്ചത്. പുഷ്പാലങ്കൃതമായ വാഹനത്തിലാണ് മിശിഹായുടെ കബറടക്ക തിരുസ്വരൂപം സംവഹിച്ചത്. ക്ഷീണത്തായി വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു: കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു, എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഹൃദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നിരവധി വിശ്വാസികളാണ് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തത്. പള്ളി വികാരി ഫാദർ ജോസഫ് തടത്തലിൻ്റെ നേതൃത്വത്തിലായിരുന്നു കുരിശിൻ്റെ വഴി. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.